എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി 1 CR ചലഞ്ച്, എല്ലാ ദിവസവും വീഡിയോസ്. പക്ഷേ യൂട്യൂബ് ഇത് പ്ലാൻ ചെയ്തിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 17 എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ ആകെ 2-3 വീഡിയോസ് ഇട്ടുള്ളൂ. സോ ഇന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത് കഴിഞ്ഞ് ലൈവിന് വന്ന സമയത്താണ് എല്ലാവരും ചോദിച്ച് കളിയാക്കി തുടങ്ങി എൻ്റെ അടുത്ത്. അതിനൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണിച്ചു തരണം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രചോദനമാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ ഒരു 1 CR ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിനു വേണ്ടിയുള്ള വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല എന്നതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. സോ വിചാരിച്ചത്ര നമ്മൾ എല്ലാ മാസവും ഫോക്കസ് ചെയ്ത് പോയി. ഇപ്പോൾ ഞാൻ വീഡിയോ പ്രൊഡക്ഷൻ ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇപ്പോൾ ഈ ചലഞ്ചിനായിട്ട് പ്രതീക്ഷിച്ചത്. അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. ഉറപ്പിച്ചോ, അടുത്തൊരു സെപ്റ്റംബർ, ഈ 2025 സെപ്റ്റംബറിലാണ് 1 ഇയർ ആവുന്നത്. അതിന് മുമ്പ് 1 CR അല്ല, അതിൽ കൂടുതൽ ഏൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ നിങ്ങളോട് ഡേ ടു ഡേ അത് അപ്ഡേറ്റ് ചെയ്യാതെ, ഞാനെന്ന് പറഞ്ഞത് ഡേ ടു ഡേ അത് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ്. അപ്ഡേറ്റ് ചെയ്യാതെ നിങ്ങളെങ്ങനെ അറിയും? ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും രീതിയിൽ അങ്ങ് ചുമ്മാ വാക്കുകൾ കൊണ്ടങ്ങ് പറഞ്ഞു തീർത്താൽ പോലെ എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങൾ വരും. കാരണം ഇപ്പോൾ ലൈവിന് വന്ന സമയത്ത് ഞാനത് കൂടുതൽ മനസ്സിലാക്കുന്നു. ശരിയാണ്, ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അതിന് വ്യക്തത ഉണ്ടായിരിക്കണം. ചുമ്മാ പറച്ചിൽ മാത്രം പോരാ, നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം. ഇതൊക്കെയാണ്. അപ്പോൾ സോ നോർമലി ഇപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് ഒരു 1-2 മാസത്തെ ഒരു അപ്ഡേഷൻസ് ഒന്നും യൂട്യൂബ് ഇട്ടിട്ടില്ല. അതെന്താണ് ഇടാഞ്ഞത്, അതെനക്ക് അത് ഒരു 2 ബിസിനസ്സിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നോർമലി ഇപ്പോൾ കുറച്ച് ബിസിനസ്സുകൾ റണ്ണിങ് ആണ്. ഈ പറഞ്ഞ വീഡിയോ പ്രൊഡക്ഷൻ ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാതെ തന്നെ ഡിജിറ്റൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം ക്ലാസ്സുകൾ പോലും ഇപ്പോൾ ലാസ്റ്റ് പോലും ഇപ്പോൾ ഒരു ക്ലാസ് എസ്റ്റർഡേ അല്ല 2 ദിവസം മുമ്പ് ക്ലാസ് കൺഫേം ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊന്നും ഡേ ടു ഡേ ട്രാക്കിംഗ് ചെയ്ത് വീഡിയോ കണക്ക് ഇടാനുള്ളൊരു സമയക്കുറവ് കാരണമാണ്. കാരണം യാത്രകളുണ്ട്. ഇപ്പോൾ കാര്യം 2 കുട്ടികളായതിനു ശേഷം ഞാൻ ഇപ്പോഴാണെന്ന് മുമ്പത്തെ കണക്ക് പുറത്തിറങ്ങി ബിസിനസ്സുകാരെ കണ്ട് എല്ലാവരെ കണക്കും ഇതേ കണക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ മറ്റേ ബ്ലോഗേഴ്സൊക്കെ ചെയ്യുന്ന കണക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. അപ്പം ഒരു ഇതില്ല, ഒരു സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത്, സത്യം പറഞ്ഞാൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പോലും ചെറിയൊരു ഒരു മടിയല്ല, ഒരു ഇൻട്രോവേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ ഒരു രീതിയിലാണ്. കാരണം എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ, കാരണം ഈ വീഡിയോ എടുക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. എക്സാമ്പിൾ ഞാൻ ഒരു വീഡിയോ ഓൺ ചെയ്യുന്നു, അവിടെ ഇങ്ങനെ നിൽക്കുന്നു, പറയുന്നു, അതേ കണക്ക് പലതും ചെയ്താൽ മതി. പക്ഷേ മടി തന്നെയാണ്. അപ്പോൾ ഇപ്പം വീഡിയോ പ്രൊഡക്ഷൻ്റെ കാര്യം പറയാം. വീഡിയോ പ്രൊഡക്ഷൻ സംബന്ധിച്ച് നമ്മളിപ്പം ക്യാമറമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്ത പ്രശാന്താണ്, അദ്ദേഹമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 വരെ ബാക്കപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. ഇപ്പോൾ എടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഞാൻ കൊച്ചിയിൽ BNA ഉണ്ട്, ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു കാറ്റഗറി കയറിയിരിക്കുന്നത് വീഡിയോ പ്രൊഡക്ഷനായിട്ടാണ്. കാരണം ആ വീഡിയോ പ്രൊഡക്ഷൻ ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഏണിങ്സ് എത്തിക്കണം, അല്ലെങ്കിൽ ചലഞ്ചാണ് എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എൻക്വയറീസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് എടുത്ത് പറയാനൊരു പോസിറ്റീവ്. പിന്നെ വർക്കിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻസ്റ്റയിൽ മിക്കതും പറ്റുന്നത്ര ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട്സ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ് അക്കൗണ്ട്സ്. നമ്മളിപ്പോൾ ഏത് ഇതിനു വേണ്ടിയും, ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ ഷൂട്ടിന് പോകണം, ട്രാവൽ എക്സ്പെൻസ് പ്രോപ്പറായ രീതിയിൽ ട്രാക്ക് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. പണ്ടാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഗൂഗിൾ പേ സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം 20 ലക്ഷം രൂപയ്ക്ക് മേലോട്ട് കമ്പനിയുടെ ഇത് പോയി കഴിഞ്ഞാൽ എടുത്തിരിക്കണം, GST എടുത്തിരിക്കണം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പുതിയൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് GST ചോദിച്ച സമയത്ത് നമ്മൾ GST ബില്ല് അല്ലാതെ കൊടുത്തു. പിന്നെ GST ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് വന്ന സമയത്ത് നമുക്കത് ചെറിയ നഷ്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡീപ്പായിട്ട് പറയാൻ ആ കമ്പനിയുടെ ഞാനത് പറയാം, അത് ഡീപ്പായിട്ട് തന്നെ പറയാം. അല്ല, ഇനി മുതലുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയാം. കാരണം എല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ പ്രൊഡക്ഷൻ അത്യാവശ്യം സക്സസ് റേഷ്യോ തന്നെയാണ്. പക്ഷേ വിചാരിച്ചത്ര ഒരു മാസം 8 ലക്ഷം രൂപയുടെ ബിസിനസ്സോ കാര്യങ്ങളോ നടന്നിട്ടില്ല. പക്ഷേ പ്രതീക്ഷയുണ്ട്. കാരണം അടുത്ത മാസം ചിലപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് പകരം ഒരു 10-50 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരുമിച്ച് നടന്നാലും മതി. കാരണം അത്ര എൻക്വയറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ മാൻ പവറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, കുറച്ച് കൂടുതൽ ആൾക്കാരെ എടുക്കണം. വീഡിയോ പ്രൊഡക്ഷനിൽ അതാണ്. പിന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വീഡിയോ പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞ സമയത്തും പ്രൊഡക്ഷൻ എല്ലാതരം വീഡിയോസും ചെയ്യുന്നില്ല, കൂടുതലും ചെയ്യുന്ന സോഷ്യൽ മീഡിയ വീഡിയോസാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ളത്, പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്, അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. പൊതുവേ മാർക്കറ്റിൽ വീഡിയോ പ്രൊഡക്ഷൻ കമ്പനീസ് മേടിക്കുന്നതിനെക്കാട്ടിയും പാതി എമൗണ്ടിലാണ് ചെയ്തു തരുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ, ഷൂട്ടിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ്.
നോർമലി ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതിലൊരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല പ്രോപ്പറായ രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോണ്ടൻറ് റൈറ്റേഴ്സ് ഉണ്ട്, സിദ്ധാർത്ഥ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായ രീതിയിൽ കോണ്ടൻറ്റുകൾ മേക്ക് ചെയ്യാനായിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ലാസ്റ്റ് മന്തൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ അത്യാവശ്യം കോണ്ടൻറ്റൊക്കെ മേക്ക് ചെയ്തതാണ്. അല്ല ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്ത് ചുമ്മാ എന്തെങ്കിലും അവയർനെസ് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ മടുക്കും. വ്യത്യസ്തമായ ആംഗിളിൽ ആ ഒരു രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ മേഖലയിലോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് പോകണം. വീഡിയോ പ്രൊഡക്ഷൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര സംഭവങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇനി മുതൽ വീഡിയോ പ്രൊഡക്ഷൻ്റെ വീഡിയോസും ഞാൻ തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ചെറിയ രീതിയിൽ ഗ്രാഫ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തുള്ള മാസം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ കുറച്ച് ടോപ്പായിട്ടുണ്ട്. ഫെബ്രുവരിയിലൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഫെബ്രുവരി മുതൽ ഞാൻ പ്രോപ്പറായ രീതിയിൽ അപ്ഡേഷൻ തരാം. പിന്നെ പറയേണ്ടത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം. ഞാൻ രണ്ടിനും പേരിട്ടിരുന്നത് എൻസൈൻ ആൻഡ് ഇസ എന്നാണ്. പേരങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് കമ്പനിയായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം ഡിസ്റ്റേയുടെ അണ്ടറിൽ തന്നെ സെപ്പറേറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ് കാറ്റഗറി എന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചലഞ്ച് ഞാൻ സെപ്പറേറ്റ് എന്നുള്ള രീതിയിലോട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അതിൻ്റെ രീതിയൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്ത് ആ ഒരു വർഷം ആ സമയത്ത് എത്രയായി, എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആണ്. പേഴ്സണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 1-to-1, അതായത് ഒരു ഗ്രൂപ്പ് സെക്ഷനിൽ നമ്മളൊരു ഗ്രൂപ്പിൽ പോയി, എൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലായില്ലെങ്കിലും കൂടുതൽ പേർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ മനസ്സിലായെന്ന് പറയും. ഡൗട്ടുകൾ ചോദിക്കാൻ പേടിയാണ്. പിന്നെ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ, കാരണം നമ്മുടെ രീതിക്ക് നമ്മുടെ മിക്ക ആൾക്കാരെയും പ്രൊഡക്റ്റോ സർവീസ് വേറെ ആയിരിക്കും, മൈൻഡ് വേറെ ആയിരിക്കും, ഐക്യു മനസ്സിലാക്കുന്ന രീതികൾ വേറെ ആയിരിക്കും. ചോദിക്കും, 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൂടുതലായിട്ട് ഞാൻ ചോദിക്കാൻ നിൽക്കില്ല. ഈ പ്രശ്നം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി. അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് സമയം ഭയങ്കര വാല്യൂള്ള കാര്യമാണ്. ഇവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. പക്ഷേ അവയർനെസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും മറ്റുള്ള ഏജൻസിമാരെ ഏൽപ്പിക്കുമ്പോഴോ ഫ്രീലാൻസ് ആയിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുമ്പോഴോ ഇവർക്ക് ഒരു അറിവുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ടെക്നോളജി ഇങ്ങനെ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ബുദ്ധിയിലല്ലേ ബിസിനസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുകാരെ ഫോക്കസ് ചെയ്തിട്ട് പേഴ്സണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് 1-to-1 ഓൺലൈനിൽ ഇരുന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നു. അതും ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ ബിസിനസ്സാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആ ഫർണിച്ചർ ബിസിനസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പെടുത്തിയിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിക്കണമെങ്കിൽ പിന്നെ ആഫ്റ്റർ നമുക്കത് പഠിക്കാനായിട്ട് വരും. പിന്നെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ 1 ടൈം പഠിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടാവും. ആ ഡൗട്ടുകൾക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. കുട്ടികളെ സ്റ്റുഡൻസിൻ്റെ എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സുകാരെ തന്നെയാണ്. ഒരിക്കലും അത് പേഴ്സണൽ ട്രെയിനിങ്ങിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സെക്ഷൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ റെയറായിട്ടേ ഉള്ളൂ. അതിൽ വലിയ കാര്യങ്ങളൊന്നും ഗ്രൂപ്പ് സെക്ഷന് പഠിപ്പിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് മന്ത് ഗ്രൂപ്പ് സെക്ഷൻസ് ലാസ്റ്റ് മന്ത് നടത്തിയിട്ടില്ലായിരുന്നു. പേഴ്സണൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് സക്സസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ 8 ലക്ഷം രൂപയുടെ ബിസിനസ്സൊന്നും നടന്നില്ല. കൂടിപ്പോയൊരു 1-2 ലക്ഷം രൂപ ബിസിനസ്സിൻ്റെ അകത്തേ നടന്നിട്ടുള്ളൂ. കാര്യം അതിലും വലിയ ഫോക്കസ് ആഡൊന്നും ചെയ്തില്ല. ആഡ് ചെയ്യാതെ കസ്റ്റമറിലോട് എത്താതെ ബിസിനസ് നടക്കില്ല. അപ്പോൾ ആഡ്സിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അക്ഷയ് സാറാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ കൂടുതലായിട്ട് അതിൽ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ആർട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടീമിനെ അത്യാവശ്യം ഗ്രോയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ലൈവിൽ വന്നപ്പോഴത്തേക്കാണ് ഒരുപാട് പേര് ചോദിച്ചത്. ഈ കാര്യമൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും മൈൻഡ് വെച്ചിട്ടുണ്ട്. സോ അറിയാമായിരിക്കും. കാര്യം ഇൻസ്റ്റയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. എവിടെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ, നിങ്ങളെന്താ ആളെ പറ്റിക്കും. അതായത് എനിക്ക് തന്നെ അതൊരു പ്രശ്നമായി ഫീൽ ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല. ഇനി മുതൽ വീഡിയോസ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് അക്കൗണ്ട്സ് മെയിനായിട്ട് നോക്കണം. ഓരോ രൂപ എടുക്കുമ്പോഴും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണിത്. ലാസ്റ്റ് പോലും ഞാൻ ഈ കമ്പനിയുടെ പേർക്ക് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാൻ നോക്കിയ സമയത്ത് കമ്പനി ലോസിൽ കാണിച്ച് തന്നു. അത് നമ്മൾ ടാക്സ് വലുതായിട്ട് അടയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിൽ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മനസ്സിലാക്കി. പിന്നെ ITR വെച്ചിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അത് കമ്പനിയുടെ പേർക്ക് എടുത്തായിരുന്നെങ്കിൽ ഒരുപാട് യൂസ് ഉണ്ട്. വാഹനം കമ്പനിയുടെ പേർക്ക് എടുത്തു കഴിഞ്ഞാൽ പോണ പെട്രോളും EMI എല്ലാം അതിലങ്ങ് അടയ്ക്കായിരുന്നു. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം വലുതോ ബിസിനസ് കഴിയുമ്പം ഈ രീതിയിൽ ഫിനാൻസ് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ ഗൂഗിൾ പേ ഒന്നും ചെയ്ത് വലുതായിട്ട് കമ്പനി പേയ്മെൻറ്റ് കളയരുത്. കാരണം അക്കൗണ്ട്സ് കാണിക്കാനൊക്കെ ഭയങ്കര പാടാണ്. എല്ലാം കമ്പനി അക്കൗണ്ടിൽ നിന്ന് മാത്രം ചെയ്ത് പോവുക കേട്ടോ. അതാകുമ്പോഴത്തേക്ക് കുറച്ച് നല്ലതാണ്.
ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ മാർക്കറ്റിംഗ് സെയിൽസ് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സൂപ്പറാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാർക്കറ്റിംഗ് സെയിൽസ് നല്ല രീതിക്ക് ചെയ്യണം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വീഡിയോ പ്രൊഡക്ഷൻ ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. HR സെക്ഷൻ നല്ല രീതിക്ക് ടീമില്ല എങ്കിൽ, ഇപ്പോൾ എഡിറ്റർ നല്ലൊരു എഡിറ്റർ ഇല്ല എങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ ഡൗൺ ആവും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുക, ഓപ്പറേഷൻസ് നല്ല രീതിക്ക് നോക്കുക. അത് കണക്കിന് HR സെക്ഷൻ സ്ട്രോങ് ആയിരിക്കണം. പിന്നെ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയി. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ആൻഡ് മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻ, ഫിനാൻസ്, HR ഇതെല്ലാം 5ഉം ഒരേ കണക്ക് തന്നെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് വലിയ രീതിക്ക് ഗ്രോ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അപ്ഡേഷൻസൊക്കെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ലൈവിൽ എനിക്ക് ഇത്രയൊന്നും പറയാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആണ് കിട്ടത്. ഇനി മുതൽ ഈ പറഞ്ഞ ചലഞ്ചിൻ്റെയൊക്കെ പറ്റുന്ന അത്ര ആഴ്ചയിൽ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1-2 വീഡിയോസ് ഈ ഒരു ചലഞ്ചുമായിട്ട് ബേസ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓൾറെഡി വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.